ജോസ് കെ മാണി നയിക്കുന്ന LDFന്റെ മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ സമാപിച്ചു. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ആവേശോജ്വല സ്വീകരണത്തോടെയായിരുന്നു സമാപനം. സമാപന ചടങ്ങ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ആയിരങ്ങളായിരുന്നു ഓരോ കേന്ദ്രങ്ങളിലേക്കും എത്തിയത്. നിശ്ചയിച്ച സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് ആയിരങ്ങളായിരുന്നു ഒഴുകിയെത്തിയത്. മുത്തുകുടകളുടെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയോടെ നൂറുകണക്കിന് പ്രവർത്തകർ ജാഥയെ അനുഗമിച്ചു. ജനങ്ങൾ ഒരേ വികാരത്തോടെയാണ് ജാഥയിൽ അണിചേരുന്നതെന്നും ശക്തമായി മുന്നോട്ടു പോകുവാനുള്ള ആന്തരിക കരുത്ത് ഇടതുപക്ഷത്തിനുണ്ടെന്നും മന്ത്രി പി രാജീവ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇടതുപക്ഷം തകരാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല വിമർശനങ്ങളെ ഉൾക്കൊണ്ട് തകരാതെ മാത്രമല്ല ശക്തമായി മുന്നോട്ടു പോകാനുള്ള ആന്തരിക കരുത്ത് ഇടതുപക്ഷത്തിനുണ്ട്. എന്നാൽ ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ ഈ കേരളം തകരുമെന്നതാണ് നാം കാണേണ്ട അപകടം. മൂന്നാം തവണയും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്നും ഇടതുപക്ഷ സർക്കാരിന് ജനങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ആൾക്കൂട്ടമെന്നും ജോസ് കെ മാണി. 12 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും 1 മണിക്കും രാത്രി 9 മണിക്കും ഒക്കെ അവക്കിലേക്കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവരെല്ലാം കാത്തു നിന്ന് ആവേശത്തോടു കൂടിയാണ്, അല്ലാതെ വിഷമത്തിലും പ്രയാസത്തിലും ആവേശത്തോടു കൂടി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സർക്കാരിനെ, ഈ മുന്നണിയെ ഞങ്ങൾക്ക് വീണ്ടും ആവശ്യമുണ്ട് എന്നൊന്ന് തെളിയിക്കുന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. KK ശൈലജ ടീച്ചർ, PK ബിജു, PP സുനീർ എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 6-ന് ആറന്മുളയിൽ നിന്നും ആരംഭിച്ച ജാഥ 10-ാം തീയതിയാണ് എറണാകുളം ജില്ലയിൽ പ്രവേശിക്കുന്നത്. തോപ്പുംപടി, കുണ്ടന്നൂർ, പത്തടിപ്പാലം എന്നിവയായിരുന്നു സമാപന ദിവസത്തെ മറ്റ് സ്വീകരണ കേന്ദ്രങ്ങൾ. കൈരളി ന്യൂസ്, കൊച്ചി.